പപ്പടം കൂടി പൊടിക്കേണ്ടി വരും. ഓ എന്നിട്ട് സോഫ്റ്റ് വന്ന് ബീഫില്ല. ബീഫ് അടിപൊളിയാണ്. തൃശ്ശൂർ പാലസ് റോഡിലുള്ള ചേതനയിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്യാമ്പസ് പോലെയായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ മുറ്റം. തൃശ്ശൂർ ഒരു സാംസ്കാരിക നഗരമാണെങ്കിൽ അതിൻ്റെ ഹൃദയമാണ് കേരള സാഹിത്യ അക്കാദമി. 1956 തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. പിന്നീട് അടുത്ത വർഷം, അതായത് 1957 അത് തൃശ്ശൂരിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ വരുമ്പോഴേ ഞാൻ സ്ഥിരമായിട്ടിരിക്കാറുള്ളത് കുറച്ചപ്പുറത്താണ്, ആ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ അപ്പുറം. പിന്നെ ഞാൻ ദീപുവിനെ കൊണ്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി സാഹിത്യ അക്കാദമിയിലൊക്കെ വന്നിട്ട്, അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. എന്തോ ആരോ പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് തരാമെന്നാണ്, പക്ഷേ നിർഭാഗ്യവശാൽ അത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്ഥിരം സർവീസ് സെൻ്ററുകളുടെ പരിപാടിയാണത്. അതായത് തരാമെന്നൊക്കെ പറയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാളേക്കാക്കും. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ പെട്ടു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ചേതനയിൽ പഠിക്കുന്ന സമയത്തെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ ചേതനയിലുള്ള പിള്ളേരും പിന്നെ എന്താ പറയുക, അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന മാഷന്മാരായാലും പലരും ഈ പറഞ്ഞ പോലെ ഇവിടെ വരാറുണ്ട്, എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇത് മൊത്തം കാലിയായിട്ടാണ് കാണുന്നത്. വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിറയും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ സ്ഥിരമായിട്ട് സന്ദർശിക്കുകയും ഒരുപാട് പേരിവിടെ വന്നിരുന്ന് ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരിടാണിത്. ഈ മരത്തണലിലിരുന്ന് നടക്കാതെ പോയ ഒരുപാട് ഷോർട്ട് ഫിലിംസിൻ്റെ എത്ര കഥകൾ ഞങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാനും ദീപു ഇരിക്കുന്ന ആ ഒരു വരാന്ത ഉണ്ടല്ലോ, അതിവിടുത്തെ തന്നെ പുസ്തകശാലയുടെ വരാന്തയാണ്. എനിക്ക് തോന്നുന്നു കേരള സാഹിത്യ അക്കാദമി നേരിട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. പൊതുവെ നമ്മൾ പുസ്തകം മേടിക്കാൻ പോണത് മാതൃഭൂമിയുടെയും അല്ലെങ്കിൽ DC-യുടെ ഒക്കെ പുസ്തകശാലകളിലായിരിക്കും. പക്ഷെ ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു പുസ്തകശാല കൂടി ഉണ്ടെന്ന് പറയാണ്. അതുപോലെ സാഹിത്യ അക്കാദമിയുടെ തൊട്ടടുത്തായിട്ട് ഇവിടെ സെക്കൻഡ് ബുക്സ് വിൽക്കുന്ന ഒരു കട കൂടിയുണ്ട്. ഇതുപോലെ 1-2 കടകൾ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള പല പുസ്തകങ്ങളുടെയും സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. സാഹിത്യവും കഥയും മാത്രമല്ല, പഠിക്കുന്ന പിള്ളേർക്കുള്ള കോളേജിലെ ടെക്സ്റ്റ് ബുക്കുകളും അതിൻ്റെയൊക്കെ സെക്കൻഡ് ഹാൻഡ് കോപ്പി ഇവിടെ ഉണ്ടാവും. ഈ ഒരു കട നടത്തുന്നത് ഷംനാഥ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് പുള്ളി ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് എനിക്ക് തോന്നി. 60 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. 50 രൂപയ്ക്ക് ഷംനാഥൊക്കെ നമുക്ക് തന്നു. എത്ര വർഷം ഇത് ഈ ഒരു കട? എത്ര വർഷം ഉണ്ടാവും? 40 വർഷമായില്ലേ? അല്ല, ഞങ്ങൾ കാണാതെ നിങ്ങളെയാണ് അതെ പറ ചേട്ടനെ ഞങ്ങൾ കാണാറ്. അവിടെ ഒരു കട ഉണ്ടായില്ലേ? അത് ആ പോയോ? അപ്പൊ ശരിട്ടാ, ഓക്കെ ചേട്ടാ, ശരി. ഈ ഒരു ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു സെക്കൻഡ് ഹാൻഡ് പുസ്തകത്തിൻ്റെ കട കൂടി ഉണ്ട്. അത് കൂടാണ്ട് കുറച്ചങ്ങ് മാറി ടൗൺ ഹാളിൻ്റെ മുമ്പിലും ഒരു ഷോപ്പുണ്ട്. ദീപുവിനോട് പറയാണ്ടാണ് ഞാൻ ഈ കടയുടെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ദീപു ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. നിനക്കൊരു സമ്മാനം. അതാ ചേട്ടൻ സ്വയം പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. 60 രൂപയാണ്. 50 രൂപ കൊടുത്ത് മേടിച്ചു. എന്തായാലും തൊട്ടാവാടിക്ക് വരനെ വേണം. ഞാൻ എങ്ങനെ ഇണങ്ങുമോ? അല്ല, നീ തൊട്ടാൽ പാടുമോ? ഇല്ല, വിടരും. എനിക്ക് വിടരാനാണ് മോഹം. എന്നെ പാടാതെ നോക്കുമോ? ഇണങ്ങിയും പിണങ്ങിയും നമുക്ക് കഴിയാലോ. നിന്നെ പറ്റിയുള്ള കവിത തോന്നല്ലേ? അങ്ങനെ ചെറിയൊരു കവിതാ പാരായണമൊക്കെ കഴിഞ്ഞ് സാഹിത്യ അക്കാദമിയിൽ നിന്ന് പടിയിറങ്ങി. ഇനി നമ്മൾ നേരെ പോണത് ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. പണ്ട് ചേതനയെ പഠിക്കുമ്പോഴേ അക്കാദമിയിലെന്ന പോലെ തന്നെ കയറി ഇറങ്ങാറുള്ള ഒരു സ്ഥലമാണ് ഈ പുളിമൂട്ടി സിൽക്സ്. വേറെ ഒന്നിനല്ല, ചുമ്മാ വായി നോക്കി അടക്കാൻ.
ആ ഒരു ടൈമിൽ നമ്മളിവിടുന്ന് കുറേ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തിനു പറയണു, എൻ്റെ കല്യാണത്തിനുള്ള ജുബ്ബ വരെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത്. ഇനി പരിചയപ്പെടുത്താനുള്ള മറ്റൊരു സ്പോട്ട് എന്ന് പറയുന്നത് ദാ നേരെ കാണുന്ന ഹീറോ ഹോട്ടലാണ്. സാഹിത്യ അക്കാദമിയിലും നമ്മുടെ ചേതനയിലൊക്കെ വരുന്ന മിക്ക ആൾക്കാരും ചായ കുടിക്കാൻ കയറുന്നത് ഹീറോയിലായിരിക്കും. എന്തായാലും ചേതനയിൽ കയറുന്നതിന് മുമ്പ് ഹീറോയിൽ കയറി ഓരോ ചായ കുടിക്കാം. വല്ല ചെറിയ കടി വല്ലതും ഉണ്ടോ? ഒരു കോഴിക്കോട്ട, പിന്നെ ഒരു പഴംപൊരി. പിശിക്കൊന്നുമില്ലല്ലോ, ഫുൾ ഗ്ലാസ് ഉണ്ട് ചായ. അല്ല അതിപ്പോൾ ഞാനവിടുന്ന് പോയാലും ഇത്ര ഉണ്ടാവുള്ള ചായ. പണ്ട് ചായ കുടിക്കാൻ വരുമ്പോഴും ഈ ചേട്ടൻ തന്നെയാണ് സെർവ് ചെയ്യാറ്. അങ്ങനെ ഹീറോന്ന് ചായ കുടിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ചേതനയിലേക്ക് നടന്നു. കള്ളിയത്ത് റോയൽ സ്ക്വയർ ഈ ബിൽഡിങ്ങിൽ 3ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ചേതന ഉള്ളത്. ബിൽഡിങ്ങിൻ്റെ പടികൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ചൈന ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് മുമ്പുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് ആ റെസ്റ്റോറൻറ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ റെഡിമെയ്ഡ് ഷോപ്പൊക്കെയാണ്. ചൈന ഗേറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലോട്ട് നടക്കുമ്പോഴാണ് ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറൻറ്റ്. അവിടെ ആദ്യം വെജായിരുന്നു. ഇപ്പോൾ ചൈന ഗേറ്റ് പൂട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ വെജും നോൺ വെജും ഉണ്ട്. ഇന്നത്തെ ഊണ് ഇവിടെ നിന്നായാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അതിനു മുമ്പ് ഞാൻ പഠിച്ച ചേതനയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിഫ്റ്റ് കയറി 3ാമത്തെ ഫ്ലോറിലെത്തി. ചേതന സെൻറ്റർ ഫോർ കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എൻ്റെ ലൈഫിൽ ചേതനയിൽ പഠിച്ചത് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്ത എന്നെ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പോയി പെർഫോം ചെയ്യാനും നമ്മുടെ ബോഡി ലാംഗ്വേജും ക്യാരക്ടറും അങ്ങനെ എല്ലാ രീതിയിലും അടിമുടി മാറ്റിയത് ചേതനയിൽ തന്നെയായിരുന്നു. അതുപോലെ എല്ലാ ബുധനാഴ്ചയും ഇവിടെ വേൾഡ് ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ഈ മാസം പ്രദർശിപ്പിക്കുന്ന സിനിമകളാണ് ഈ ലിസ്റ്റിൽ കാണുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 5 മണിക്കാണ് സിനിമാ പ്രദർശനം. നിങ്ങൾക്ക് സിനിമ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ 1 ഇയർ കോഴ്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഇവിടെ ഒരുപാട് ക്യാമ്പുകൾ, ആക്ടിംഗ് ക്യാമ്പുകൾ, സിനിമാ സംബന്ധമായ മറ്റ് ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട്. ചേതനയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 1 ഇയർ ബാച്ചൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ടൈം പോലത്തെ ഒരു സമയമാണ് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ആരെയും കാണാനില്ല. ഇനി ഞങ്ങൾ 1 വർഷം ഇരുന്ന് പഠിച്ച ക്ലാസ് മുറി ഒന്ന് കാണാം. എന്താണ് നമ്മൾ ക്ലാസ് റൂം കണ്ട പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഉണ്ടാ ഇവിടെ ഇരുന്ന് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും, പിന്നെ സിനിമ പ്രൊജക്റ്റ്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫുള്ള് ക്ലാസ് കേട്ടിരുന്ന ഞാൻ ഒരു ക്ലാസ് പോലും കട്ട് ചെയ്യാണ്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ മുമ്പേ എത്തുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് ചേതനയിലെ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. കാരണം അത്ര ഇഷ്ടമാണ് ഈ സിനിമ. ഈ വരുന്ന മാർച്ച് 26-ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ചേതനയിൽ ഒന്ന് കറങ്ങി നടന്നപ്പോഴേക്കുണ്ടല്ല വിശപ്പ് കലശലായി. നേരെ ഇന്ത്യ ഗേറ്റിൻ്റെ മെനു ബോർഡിൻ്റെ മുമ്പിലേക്ക് എത്തി. കുറേ ഐറ്റംസ് ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും മീൽസ് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞാനും ദീപും ഞങ്ങൾ 2 പേരും ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ നോൺ വെജ് താലി മീൽസാണ്. 290 രൂപയാണ് അതിനവർ ചാർജ് ചെയ്യണത്. മീൽസ് കിട്ടിയ വശം അതിൽ ഐറ്റംസൊക്കെ നോക്കുമായിരുന്നു ദീപു. എന്തായാലും ദീപുവിന് വളരെയധികം ബോധിച്ചിട്ടുണ്ട്. ഫിഷ് കറി, ചിക്കൻ കറി, ബീഫ്, ഇത് കൂടാണ്ട് എന്തൊക്കെ ഐറ്റംസ് എന്ന് ചോദിച്ചാൽ ഇത് രസം, ഇത് സാമ്പാർ, ഇത് കൂട്ട്, ഇത് മോര്, ഇത് തോരൻ, അവിയൽ, ഇത് പായസം. 3 ടൈപ്പ് നോൺ വെജ് ഉൾപ്പെടെ 10-12 ഐറ്റംസ് വരുന്ന ഒരു താലി മീൽസാണ് ഇവിടുത്തെ. ഞാനിങ്ങനെ ഐറ്റംസ് ഓരോന്നും ഇറക്കി വയ്ക്കാനിടയിൽ ദീപുവിന് ഇവിടുത്തെ രസം കണ്ടിട്ട് കുടിക്കണം എന്നുള്ളൊരു ടെംപ്റ്റേഷനായി. പോരാത്തതിന് ഞാനും പറഞ്ഞുപോയി ഇവിടുത്തെ രസം കിടിലനായിരുന്നു എന്ന്. രസം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുടിച്ച് തീർത്തിട്ട്
ദീപു ഉണ്ണലങ്ങട് സ്റ്റാർട്ട് ചെയ്തു. സംഗതി ഡയറ്റൊക്കെ ആണെങ്കിലും ഉച്ചയ്ക്ക് ഒരു നേരം ദീപു വിശാലായിട്ടുണ്ണും. ആദ്യത കറി അടിപൊളിയുണ്ട് അല്ലേ? വെണ്ടയ്ക്ക തീയലാവും. എന്തുട്ടാ ഉപ്പേരി തോരൻ അല്ലേ? കഴിക്കാൻ പാകത്തിന് ചൂടുള്ള ചോറായിരുന്നു. ദീപു വെജിന്നാണെങ്കിൽ ഞാൻ നോൺ വെജിന്ന് തുടങ്ങിയ. ചിക്കൻ കറിയുടെ ചാറും ചോറും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. കഴിച്ചു നോക്കിയപ്പോൾ ചിക്കൻ കറിയിൽ ശകലം ഉപ്പ് കുറവായിട്ട് തോന്നി. ഒരു കഷ്ണം ചിക്കൻ്റെ പീസും കൂട്ടി കഴിച്ചു നോക്കി. മീറ്റിലും ശകലം ഉപ്പ് കുറവായിരുന്നു. പപ്പടം പൊടിച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നു. ഒരു പപ്പടം കൂടി പൊടിക്കേണ്ടി വരും. ശകലം ഗ്രേവി, പപ്പടം. എൻ്റെ നിഗമനം അത് വളരെ ശരിയായിരുന്നു. പപ്പടം പൊടിച്ചപ്പോൾ സംഗതി ഉഷാറായിട്ടാ. അടുത്തതായിട്ട് ബീഫിലേക്ക് കടന്നു. ഇതിൽ നിന്ന് ഒരു ശകലം ബീഫ്. എന്നിട്ട് സോഫ്റ്റ് പോലത്തെ ബീഫിലാണ്. ആ ഒരു സോഫ്റ്റ് ബീഫും ഒരു പിടി ചോറും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബീഫ് അടിപൊളിയാണ്. ഈ ഒരു താലി മീൽസിലെ താരം എന്ന് പറയണത് ബീഫാണ്. എന്ന് വെച്ച് ചിക്കൻ കറി മോശമാണെന്നല്ല, ശകലം ഉപ്പ് കുറവാണെന്ന് മാത്രം. പക്ഷെ ദീപുവിന് ചിക്കൻ കറി നല്ല ഇഷ്ടമായിട്ടാണ്. ആദ്യം വിളമ്പിയിൽ കുറച്ച് ചോറും കൂടി ബാക്കിയുണ്ടായിരുന്നു. ആ ബാക്കിയുള്ള ചോറും താലി മീൽസിലുണ്ടായിരുന്ന ഫിഷ് കറിയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് കറിയിലും അതിൻ്റെ ഒരു മസാലയ്ക്ക് എന്തോ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കണ ഫിഷ് കറിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. എല്ലാത്തിനും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ട് അല്ലേ? എനിക്കെന്തോ ഫിഷ് കറിയും ചിക്കൻ കറിയും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ദിവസത്തിൻ്റെ ഔട്ടാ. കാരണം മുമ്പ് കഴിച്ചപ്പോഴൊക്കെ ഇവിടുത്തെ ഓരോ കറികളും വേറെ ലെവലായിരുന്നു. ഇതുവരെ നോൺ വെജ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം നോൺ വെജ് അങ്ങോട്ട് നിർത്തിയിട്ട് ഇനി വെജിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അവിയൽ, തോരൻ, സാമ്പാർ കണ്ടു നോട്ടെ. സാമ്പാർ ഇതുവരെ കൂട്ടില്ല. കുഴപ്പമില്ല, നല്ല സാമ്പാറാണ്. അവിയലിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് തോന്നി. നമ്മുടെ തനതായിട്ടുള്ള കേരള ടേസ്റ്റ് ഇത് മാറിയിട്ട് മറ്റെന്തോ മസാലയൊക്കെ ആഡ് ചെയ്ത പോലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടേസ്റ്റ് അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലേ? എന്നാൽ ചീരത്തോരനും സാമ്പാറും അങ്ങനെ ചില കറികളൊക്കെ സൂപ്പറായിട്ടുണ്ട് താനും. തീയൽ അടിപൊളിയുണ്ട് അല്ലേ? പച്ചക്കറീൻ്റെ തീയലാണ് എനിക്ക് ഇഷ്ടമായി കൂടുതലും. ബാക്കിയത് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ പ്രതീക്ഷ ടേസ്റ്റ് ചെറിയൊരു ഡിഫറൻസ് അവിടെ ഉണ്ട് അല്ലേ? ഞാൻ ശരിയല്ലേ? അച്ചാറല്ലേ? ഓ, അച്ചാർ ബിരിയാണിയുടെ അച്ചാറാണ്. അച്ചാർ കൂടി ചോറും. അച്ചാറ് അടിപൊളിയുണ്ട്. കുറച്ച് ചോറിന് അതിൻ്റെ കൂടെ ഈ ബീഫ് വെച്ചില്ല. കൊണ്ടാട്ടമുളക് ക്രിസ്പി അല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഈ ഒരു താലി മീൽസിലെ ചില ഐറ്റംസൊക്കെ ആവറേജ് ആയിരുന്നു, എന്നാൽ ബാക്കി ചില ഐറ്റംസൊക്കെ കിടലിന് വരുന്നു. ഒരടിപൊളിയുണ്ട്. ബീഫ്, തോരൻ, അച്ചാറ്, മോര്, പായസം, രസം, അതുപോലെ സാമ്പാർ, ഇതെല്ലാം ഉഗ്രനായിരുന്നു. എല്ലാം കൂടി വയറങ്ങോട്ട് നിറഞ്ഞു. പക്ഷേ ഈ പാൽപ്പായസം, അതും സേമിയ പായസം ഒന്ന് കുടിക്കാണ്ട് എങ്ങനെ പോവാ? ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നി.
സാധാരണ പകുതി പായസം ദീപുവിന് കൊടുക്കാറുണ്ടെങ്കിലും ഇത്തവണ ഞാനത് തെറ്റിച്ചു. പായസം അത്രയ്ക്കും കിടിലനായിരുന്നു, എന്നാൽ ഓവർ മധുരവും ഇല്ല. ഹെവിയാട്ടാ, തീർക്കാൻ പറ്റില്ല അല്ലേ? ഹെവിയാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 14 സമയത്തായി 1 മണിയാണല്ലോ. തീർക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു 2 മണിക്കേലും വരണം. 2-2:30 അല്ലേ? അങ്ങനെ ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഹെവി ആയിട്ട് ഒരു താലി മീൽസൊക്കെ കഴിച്ച് നേരെ ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവാണ്. ബൈക്ക് ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ബസ്സിന് പോകാനാണ് പ്ലാൻ. ശക്തൻ സ്റ്റാൻഡിലെത്തിയപ്പോഴേ ഓരോ ഉപ്പ് സോഡ കുടിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള തളിക്കുളം തൃപ്പയാർ ഭാഗത്തേക്ക് ബസ് പോണ ഏരിയയിലുള്ള കടയിൽ അങ്ങനെ ഉപ്പ് സോഡ കടിക്കാൻ വേണ്ടി നിന്നു. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവർക്ക് നമ്മളെ നല്ല പരിചയമാണ്. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വളരെ സ്നേഹത്തോടെയാണ് അവിടുത്തെ ചേട്ടന്മാർ പെരുമാറുക. ഉപ്പ് സോഡ കുടിക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് തോന്നി സർവീസ് സെൻറ്ററിലേക്ക് ഒന്ന് വിളിച്ചാലോ. വിളിച്ചപ്പോഴാണ് ആ പഹയന്മാർ പറയണത് വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ചേട്ടാ, ഒരു പാർട്സ് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് അത് അടുത്തുനിന്ന് തന്നെ കിട്ടിയിത്രേ. അങ്ങനെ നമ്മുടെ വണ്ടി കിട്ടില്ലാനായിട്ട് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കിട്ടില്ല എന്ന് വിചാരിച്ച വണ്ടി കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യത്തിൽ വണ്ടി വൈകിട്ട് കിട്ടിയാലോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് അക്കാദമിയിലും ചേതനയിലൊക്കെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്തത്. കുറേ നാൾക്ക് ശേഷം റീവിസിറ്റ് ചെയ്തപ്പോൾ നല്ല സന്തോഷം തോന്നി. ഈ കണ്ടശങ്ങളുടെ പാലത്തിൻ്റെ അപ്പുറേ പുഴയോട് ചേർന്ന് തന്നെ പുതിയൊരു റിസോർട്ട് വന്നിട്ടുണ്ട്, മായാനദി റിസോർട്ട്സ്. അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് കേട്ടു. എന്തായാലും അടുത്ത് തന്നെ അവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.